ഒരു ദിവസം അക്ബർ ചക്രവർത്തി തന്റെ മന്ത്രിയായ ബീർബലിനൊപ്പം കൊട്ടാരത്തിന് പുറത്തുകൂടെ നടക്കുകയാണ്. ആ സമയത്ത് അവിടെ കുറച്ച് പണ്ഡിതന്മാരായ ആൾക്കാർ ഇരുന്നിട്ട് എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യാം. ഇത് കണ്ടപ്പോൾ അക്ബർ രാജാവ് ബീർബലിനോട് പറഞ്ഞു, എനിക്ക് അത്രക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കതിനെ കുറിച്ചൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നാളെ മുതൽ തുടങ്ങാം. പിറ്റേ ദിവസമായപ്പോൾ അക്ബർ രാജാവ് തന്റെ സഭയിലേക്ക് വന്നപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച ഉണ്ട്. എന്താണല്ലേ, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അലക്കുകാരുണ്ട്, നെയ്ത്തുകാരുണ്ട്, മരപ്പണിക്കാരുണ്ട്, മൺപണിക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വൃദ്ധരായ ആൾക്കാരുണ്ട്, ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ട്, നല്ല അറിവുള്ള ആൾക്കാരുണ്ട്, ഒരറിവുമില്ലാത്ത പൊട്ടന്മാരായ ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇത് കണ്ടപ്പോൾ അക്ബർ രാജാവിന് ആകെ ദേഷ്യമായി. അക്ബർ രാജാവ് മന്ത്രിനോട് ചോദിച്ചു, ഇജ്ജിപ്പോൾ എന്താ കാട്ടിക്കണു? ഞാൻ എന്നോട് എന്താ പറഞ്ഞു? ഞാൻ എന്നെ പഠിപ്പിക്കാൻ പ്രാപ്തമായ ആൾക്കാരെ കൊണ്ടുവരാനല്ലേ പറഞ്ഞു. ഇജ്ജ് ഈ രാജ്യത്തെ പകുതി ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ അക്ബർ രാജാവിനോട് ബീർബൽ ശാന്തനായി കൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, എന്നോട് ക്ഷമിച്ചാൽ ഞാൻ അങ്ങയുടെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അക്ബർ രാജാവിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങേക്ക് മണ്ണ് കൊണ്ട് എങ്ങനെ പാത്രം ഉണ്ടാക്കാം എന്നറിയോ? അതുപോലെ ഒരു മരം തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ഒരു മനോഹരമായ സാധനങ്ങൾ ഉണ്ടാക്കാം എന്ന് അങ്ങേക്കറിയോ? അതുപോലെ ഒരു വസ്ത്രം തന്നു കഴിഞ്ഞാൽ അതിലത്തെ കറ എങ്ങനെയാണ് കളയുക എന്നറിയോ? അതുപോലെ വിത്ത് എപ്പോഴാണ് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് കൊയ്യേണ്ടത്, എവിടെ കൊണ്ടുപോയാലാണ് വിളക്ക് നല്ല ലാഭം കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നു. അതുപോലെ കച്ചറ സാധനങ്ങളിൽ നിന്ന് നല്ല സാധനങ്ങൾ എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നതറിയോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനെല്ലാം മറുപടി ആയിക്കൊണ്ട് രാജാവ്, ഇല്ല, എനിക്കിതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അക്ബർ രാജാവിനോട് മന്ത്രി പറയുകയുണ്ടായി, ഇവിടെയുള്ള ഓരോ ആളുകളും അങ്ങേ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം പഠിപ്പിക്കാൻ പ്രാപ്തമായ ആളുകളാണ്. ഇവിടെയുള്ള എല്ലാ ആളുകളും അധ്യാപകരുമാണ്, എല്ലാ ആളുകളും വിദ്യാർത്ഥികളുമാണ്. നമുക്കൊരു അറിയാത്തൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ ആ പറഞ്ഞു തരുന്ന ആൾ അധ്യാപകനും കേൾക്കുന്ന ആൾ വിദ്യാർത്ഥിയുമാണ്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു കാര്യം, അറിയാത്ത കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ അധ്യാപകനും കേൾക്കുന്ന ആൾ വിദ്യാർത്ഥിയുമാണ്. അപ്പൊ നാം എല്ലാവരും ഒരർത്ഥത്തിൽ അധ്യാപകരുമാണ്, വിദ്യാർത്ഥിയുമാണ്. ഈ ലോകത്ത് ഒരാൾക്കും എല്ലാ കാര്യവും അറിയുകയില്ല. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് വൃദ്ധയായ ഒരു സ്ത്രീയെ അക്ബർ രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ബിർബൽ പറഞ്ഞു, ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ ആദ്യത്തെയും ഗുരു. അപ്പോൾ ആ സ്ത്രീ അക്ബർ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ പഠിക്കുക എന്നുള്ളത് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് ആർക്കും കഴിയുകയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നല്ല മനുഷ്യനാവുക എന്നാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്, ഒരുപാട് കാര്യങ്ങളിൽ അഗ്രഗണ്യനാവുക എന്നുള്ളത് ഒരാൾക്കും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു കാര്യത്തിൽ അഗ്രഗണ്യനാവുന്നതിനോടൊപ്പം മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, ഒപ്പം നല്ലൊരു വ്യക്തിയാവുക.